ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഓണത്തിന് നമ്മൾ പായസമൊക്കെ കൂട്ടി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ചതാണ്. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി. ഓണം ഇപ്പൊ കഴിഞ്ഞതുകൊണ്ട് വീട്ടിൽ പായസത്തിന്റെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു ഇന്ന് പായസം ഉണ്ടാക്കാന്ന്. എല്ലാവർക്കും പായസം കുടിക്കാൻ ഒരു ആഗ്രഹം. പായസത്തിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സേമിയ പായസമാണ് വെക്കുന്നത്. സേമിയ നമ്മൾ നല്ല ചെറുതായിട്ട് ഒടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അമ്മ ഇപ്പൊ ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുകയാണ്. അതിലേക്ക് ലാസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പായസം ഉണ്ടാക്കുന്ന പ്ലാൻ വന്നപ്പോൾ മാമൻ പറഞ്ഞു നമുക്ക് കടയിൽ നിന്ന് ബൂന്തിയും കൂടെ വാങ്ങാം, പായസത്തിന്റെ കൂടെ അടിപൊളിയായിരിക്കും. ബോളി വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അടുത്തൊന്നും കടകളിൽ ബോളി കിട്ടൂല. പിന്നെ നമ്മൾ മാർജിൻ ഫ്രൈയിലൊക്കെ പോയി വാങ്ങണം. അപ്പോൾ ഇത് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത കടകളിൽ നിന്ന് നമുക്ക് ബൂന്തിയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങാന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. ബൂന്തി വീട്ടിൽ ഉണ്ടാക്കി നോക്കാന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. എത്രയൊക്കെയായാലും നമ്മളെ പായസത്തിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ബോളി തന്നെയാണ്. ബോളി കടലമാവിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ കടലമാവ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഫോൺ എടുത്ത് സെർച്ച് ചെയ്ത് തുടങ്ങി ബോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നല്ല എളുപ്പമുള്ള റെസിപ്പി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു ബോളി ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് മൈദയാണ്. ആവശ്യത്തിന് മൈദ എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മാവ് ആദ്യം മിക്സ് ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നല്ലെണ്ണ ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് ആ എണ്ണയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ലെണ്ണ ഇല്ലായിരുന്നു, ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ലെണ്ണ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബോളി ഉണ്ടാക്കാൻ കടലമാവ് മാത്രം മതി. അത് വെച്ച് നമുക്ക് നന്നായിട്ട് ബോളി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കണ്ട വീഡിയോയിൽ മൈദയും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ മൈദയും കൂടെ എടുത്തത്. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് കൊണ്ട് ഇത് എങ്ങനെയാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അതുകൊണ്ട് ആ വീഡിയോ ഫോളോ ചെയ്തതേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടെന്നൊരു ഐഡിയ കിട്ടി. അതുകൊണ്ട് നമുക്ക് കടലമാവ് മാത്രം തന്നെ ഉപയോഗിച്ച് വെക്കാനും പറ്റും. റോ ആയിട്ട് കിട്ടുന്ന കടല വെള്ളത്തിയിട്ട് കുതിർത്ത് അത് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് വേവിച്ച് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചേർത്തൊന്ന് ഉടച്ച് മിക്സ് ചെയ്ത് ബോൾ പോലെ ആക്കി പരത്തി രണ്ട് സൈഡ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ബോൾ റെഡിയായി. അതിന് നമുക്ക് ഈ മൈദയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. കടലമാവ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് ജാതിക്കായുടെ പൊടിയും ഏലക്ക പൊടിയും വേണമായിരുന്നു. ജാതിക്ക എന്നും പറഞ്ഞാണ് ഞാൻ ഇതെടുത്തത്. സംഭവം ഇത് കടുക്കയാണ്, നമ്മൾ സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്യുന്ന കടുക്കയാണ്. അപ്പൊ ഞാൻ ഒന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത് ജാതിക്ക അല്ലെന്ന്. കുഴപ്പമില്ല, നമുക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഏലക്കപ്പൊടി മാത്രമേ യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുകയാണേ. പഞ്ചസാര ഫുള്ളായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതും മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. ബോളി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കിയ വീഡിയോയിൽ അവർ കടലപ്പൊടിയല്ല യൂസ് ചെയ്യുന്നത്, കടലയാണ്. കടല വെള്ളത്തിട്ട് കുതിർത്ത് അത് നന്നായിട്ട് വേവിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞളും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് വേവിച്ചെടുത്ത കടല നന്നായിട്ട് ഉടച്ച് ബോൾ പോലെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ കയ്യിലിപ്പം റോ ആയിട്ടുള്ള കടല ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കടലപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ലായനിയിൽ നമ്മൾ കടലമാവ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ ഉപ്പിടാൻ മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിലെ ചൂടൊന്ന് ചെറുതായിട്ട് മാറുമ്പോൾ നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബോളി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അമ്മയാണെങ്കിൽ പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പായസം ഏകദേശം റെഡി ആവാറായി. ബോളി റെഡി ആവാൻ കുറച്ചുകൂടി ടൈം എടുക്കും. നമ്മൾ മാവൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഉണ്ടാക്കി തുടങ്ങാം. ചൂടൊക്കെ മാറിയപ്പോൾ നമ്മൾ കടലമാവ് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മൈദയും റെഡിയായി ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. ബോളി ഉണ്ടാക്കുക എന്നുള്ളത് പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനാണ്. ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇന്ന് ബോളി ഉണ്ടാക്കുമെന്ന്. മാമൻ ബൂന്തി വാങ്ങിച്ചോണ്ടരാന്ന് പറഞ്ഞതാണ്. പിന്നെ അപ്പൊ പെട്ടെന്ന് വിചാരിച്ച് വീട്ടിൽ ഉണ്ടാക്കി നോക്കാലോ, കടലമാവ് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. കടല വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. പിന്നെ കടലപ്പൊടിയിൽ നമുക്ക് പഞ്ചസാര ഉരുക്കി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. കടലമാവ് എല്ലാം ഫുള്ളായിട്ട് നമ്മൾ ഓരോ ബോളുകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മൈദമാവിൽ നന്നായിട്ട് എണ്ണയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സൺഫ്ലവർ യൂസ് ചെയ്തതേ ഉള്ളൂ. ചിലപ്പോൾ നല്ലെണ്ണയായിരിക്കും ഇതിന് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദമാവ് ഒരു ചെറിയ ബോളായിട്ട് ഉരുട്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്ത മൈദമാവ് നേരത്തെ നമ്മൾ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന കടലമാവിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. കടലമാവ് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകുന്നത് കൊണ്ടായിരിക്കും മൈദയും കൂടെ മിക്സ് ചെയ്യുന്നത്. ഉരുട്ടി വെച്ചിരിക്കുന്ന കടലമാവിനെ മൈദമാവ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ബാക്കി വരുന്ന മാവ് മാറ്റി നന്നായിട്ട് വീണ്ടും ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബാക്കി കടലമാവിനെയും മൈദ കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ ബോളും ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു മടി പിടിക്കുന്ന പരിപാടിയാണേ. കടലമാവ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് നനച്ചെടുക്കുന്നതാണ് നല്ലത്. ഇത് പെട്ടെന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇങ്ങനെ കുറച്ചുകൂടി സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അതാണ് കുറച്ചുകൂടി നല്ലത്. ബോളിക്കുള്ള മാവുകളെല്ലാം റെഡിയായി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അരിപ്പൊടി നന്നായിട്ട് വിതറിയിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഈ മാവ് ഇങ്ങനെ പരത്തിയെടുത്തപ്പോൾ ഉള്ളിൽ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് കടലമാവാണ്. അപ്പൊ അത് പരത്തിയെടുത്തപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് കടലമാവും സൈഡിൽ ഫുള്ളായിട്ട് മൈദയാണ് വന്നത്. രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പരത്തിയെടുത്തപ്പോൾ വന്നത്. കടലമാവ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ബോളി പോലെ തന്നെ
ആയിരിക്കും. അല്ലേ, നമ്മൾ മാവ് പരത്തിയെടുത്തപ്പോൾ സൈഡിലായിട്ട് മൈദയും സെന്ററിൽ ആ ഒരു കടലമാവുമാണ് നിൽക്കുന്നത്. മൈദയും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ മാവ് പൊട്ടിപ്പോവില്ല. നമ്മൾ ചുടുമ്പോഴാണെങ്കിലും രണ്ട് സൈഡ് ചുട്ടെടുക്കുമ്പോഴാണെങ്കിലും ഇത് പൊട്ടിപ്പോവാതെ കറക്റ്റ് ആ റൗണ്ടിൽ തന്നെ ഇരിക്കും. കടലമാവ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. കടലമാവ് ആയതുകൊണ്ട് ഫസ്റ്റ് ഒരെണ്ണം ഞാൻ പരത്തി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അമ്മ 2-3 ചെയ്ത് തരാമെന്ന്. അങ്ങനെ പിന്നെ അമ്മയെ വന്ന് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ചെയ്തു. സംഭവം അടിപൊളിയായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. എപ്പോഴും നമുക്ക് വീട്ടിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വെച്ചാലും വളരെ എളുപ്പമാണ്. പക്ഷേ എനിക്ക് മൈദ യൂസ് ചെയ്തതാണ് ഒട്ടും ഇഷ്ടമാവാത്തത്. മൈദ യൂസ് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നി. പകുതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി മൈദ യൂസ് ചെയ്യേണ്ടായിരുന്നു. കാരണം കടലമാവ് തന്നെ മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമ്മളൊരു കണ്ട വീഡിയോസിലൊക്കെ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ മൈദ യൂസ് ചെയ്യും, എനിക്ക് അറിഞ്ഞുകൂടാ. എടുത്തപ്പോൾ കറക്റ്റ് നമ്മുടെ ബോളിയൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ആ ഒരു കളറും കറക്റ്റ് അതുപോലെ തന്നെയാണ്. പിന്നെ മൈദ യൂസ് ചെയ്തതുകൊണ്ട് അറിയാമല്ലോ ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നില്ലായിരുന്നു. സാധാരണ നമ്മളെ ബോളി എന്ന് പറയുന്നത് തൊടുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകും. ഇതങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കറക്റ്റ് ഒരു റൊട്ടി പോലെയൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നു. പക്ഷേ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. മധുരം കുറച്ചാണ് ഞാൻ വെച്ചത്. അമ്മ പായസമൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പായസത്തിന് നല്ല മധുരം ആയതുകൊണ്ട് ഞാൻ പിന്നെ ബോളിക്ക് മധുരം കുറച്ചാണ് ഇട്ടത്. അങ്ങനെ പായസവും ബോളിയും റെഡിയായി. ഞാൻ ഒരു ഇലയൊക്കെ വെട്ടി അതിൽ ബോളിയൊക്കെ വെച്ച് നല്ല ചൂട് പായസമൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഇനി കഴിച്ചു നോക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ കുറച്ച് ബോളി ഇങ്ങനെ എടുത്ത് പായസത്തിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിച്ചു നോക്കാൻ പോവുകയാണ്. സംഭവം അടിപൊളി തന്നെയാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബോളിയുടെ ആ ഒരു ഇതാണോ എന്ന് ചോദിച്ചാൽ കടലമാവിന്റെ ഭാഗം വരുമ്പോൾ ബോളി പോലെ തന്നെയാണ്. ഒരു മൈദ യൂസ് ചെയ്തതിന്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കഴിക്കാൻ അടിപൊളിയാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വിശേഷം ഇത്രേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുക. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.